पुष्टिवर्धनम् पूर्वारुकमिव बन्धना मृत्योर्मुक्षीयमामृता सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु ॐ शान्ति 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 എന്തൊക്കെയുണ്ട് കുമാര വിശേഷങ്ങള്? ഓ, ആനന്ദനില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതെന്താ ഇന്നിങ്ങനെ? ഗുരുവും പ്രധാന ശിഷ്യനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കണു. എനിക്കെങ്ങനെ ഇതൊക്കെ അറിയാ? അവരഗ്നിമീളെ പുരോഹിതം എന്ന് പറയുമ്പോ ഞാൻ പറയും അടുപ്പിമേ പുളിങ്കറിന്ന്. पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ पूर्णमद पूर्णमिदं पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ആശ്രമത്തിന് ലഭിച്ചതാണ് നിന്നെ. ഇത്രയും കാലം നീ വേദോപനിഷത്തുകൾ പഠിച്ചു. ഇവിടുത്തെ ചിട്ടകളും നിയമങ്ങളും പാലിച്ചു പോന്നു. ആനന്ദ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമായി. ഗുരു, ഒരു സംശയം. ചോദിക്കൂ. ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാവുന്നത് എന്തെല്ലാമാണ്? മനസ്സിന്റെ വാസനകൾ തന്നെ. അവയെ എങ്ങനെ ഒഴിവാക്കാം? ആത്മസാക്ഷാത്കാരം കൊണ്ട് തന്നെ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണ് ഗുരു? വേദശാസ്ത്രങ്ങളുടെ ഉപദേശം, മഹാത്മാക്കൾ, ജ്ഞാനികൾ ഇവരൊക്കെ കാണിച്ചു തരുന്ന മാർഗം, ഇതൊക്കെയാണ് പ്രധാന സഹായം. പിന്നെ ബോധനം, അന്വേഷണം, ധ്യാനം. എന്നാൽ ഇവയെക്കാളുമൊക്കെ പരമപ്രധാനമായത് ഗുരുകൃപ തന്നെ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ചിത്തവൃത്തി നിരോധിക്കാനും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുമുള്ള പരിശീലന പ്രക്രിയകൾ. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? അറിയാം. അഷ്ടാംഗയോഗം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അടുത്ത പൗർണമി നാളിൽ ഞാൻ നിനക്ക് സന്യാസദീക്ഷ നൽകാൻ പോകുന്നു. സന്യാസദീക്ഷ സ്വീകരിക്കാനുള്ള പക്വത എനിക്കായോ ഗുരു? എന്താണ് സന്യാസം? വെറും വേഷം മാറലല്ല. മനുഷ്യരാശിയെ നിസ്വാർത്ഥമായി സേവിക്കുകയും വ്യക്തിപരമായ ആഗ്രഹങ്ങളും ബന്ധങ്ങളും വെടിയുകയും ചെയ്യുക എന്നതാണത്. നിനക്കതിനാവും. ആനന്ദ, നമ്മുടെ പ്രഭാതത്തിലെ അതിഥിയായി നാം ജഗദീശ്വരനെ വിളിക്കണം. അല്ലാതെ നമ്മുടെ പ്രദോഷകാല അതിഥിയായല്ല. ലോകം നിന്നെ കാത്തിരിക്കുകയാണ്. എല്ലായിടവും ചിതറിക്കിടക്കുന്ന നിന്റെ സഹജീവികളുടെ ഹൃദയത്തിലേക്ക് ആത്മീയ ചൈതന്യം നിറയ്ക്കാൻ. ആനന്ദ, ലോകത്തിന്റെ ഗുരുവായി നിന്നെ ഞാൻ സമർപ്പിക്കും. ഗുരു? ഒക്കെ വഴി പോലെ പറഞ്ഞു തരാം. നാളെ മുതൽ ചാന്ദ്രായണ വ്രതം തുടങ്ങിക്കോളൂ. അതിനു മുമ്പ് ഏകാന്ത ധ്യാനം നടത്തുന്നത് നല്ലതാണ്. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
न च प्राणसंज्ञो न वै पञ्चवायुर्न वा सप्तधातुर्न वा पञ्चकोश न वाक्पाणिपादं न चोपस्थपायु चिदानन्दरूपः शिवोऽहं शिवोऽहम् न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभाव न धर्मो न चार्थो न कामो न मोक्षश्चिदानन्दरूपः शिवोऽहं शिवोऽहम् തമ്പ്രാനെ. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ പലപ്പോഴായി വാങ്ങിയത് കിഴിച്ചതിൻ്റെ ബാക്കി ഇത്രയേ ഉള്ളൂ. ഒരു പാവത്തിനെ കൂടെ വഴിയാധാരാക്കി ദുഷ്ടൻ. ഡോക്ടറെ അടുത്ത് പോണമെന്നുണ്ടോ? എവിടേക്കും ഇല്ല, വയ്യ. ഒന്ന് ചാരിയിരുത്ത്. രമേ, സ്വാമിയെ കാണാൻ പോണ്ടോ നീ? പോണം. ഇന്ന് ഭജനയുള്ള ദിവസാ. എനിക്കൊന്ന് കാണണമെന്ന് സ്വാമിജിയോട് പറയേ. നീ ഇത്തിരി ചൂടുവെള്ളം എടുത്തോണ്ട് വാ. വല്ലാത്ത ദാഹം. ആ തോണിക്കാരൻ കുമാരനെ അന്വേഷിച്ചു. എന്താ പ്രത്യേകിച്ച്? അറിയില്ല, അവിടെ കടവത്ത് കാത്തിരിക്കണ്ട്. ആ ഓ, എന്നെ അന്വേഷിച്ചു എന്ന് അറിഞ്ഞു. എന്താ വിശേഷിച്ച്? ഏയ്, രാവിലെ കണ്ടില്ല, അപ്പൊ ഒന്ന് അന്വേഷിച്ചു നോക്കിയതാ. രാവിലെ തിരക്കായിരുന്നു. സന്യാസ ദീക്ഷ തരുന്ന കാര്യം പറയാൻ ഗുരു വിളിപ്പിച്ചു. നാളെ മുതൽ വ്രതം തുടങ്ങുകയാണ്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നം? ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരണ്ടോ? ഇന്ന് രാവിലെ അനിയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിന്? കള്ളക്കേസ് കുടുക്കിയതാ. കൂലി കൂടുതൽ ചോദിച്ചതിന്. ഒക്കെ ശേഖരൻ നമ്പ്യാരെ പണിയാ. നമ്പ്യാരോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജപവും ധ്യാനവും സത്സംഗവുമായി നടക്കുന്ന നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ല ആനന്ദ. പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് സന്യാസിമാരുടെ ധർമ്മമാണെന്ന് ഗുരു എപ്പോഴും പറയാറുണ്ട്. ആ, ഇന്ന് ഭജനയുള്ള ദിവസാ. തമ്പുരാട്ടി വരും. ഞാൻ അവരോട് പറയാം രാഘവന്റെ കാര്യം. അവര് പറഞ്ഞ നമ്പ്യാർ കേൾക്കാതിരിക്കില്ല. ഏയ്, ഞാൻ നിന്നോട് ശുപാർശ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. വെറുതെ ആരോടെങ്കിലും ഇത് പറയണല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ അവർ കേൾക്കാതിരിക്കില്ല. പോട്ടെ ആനന്ദ, പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ജാമ്യം കിട്ടുമോ നോക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ.
നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം മോഹങ്ങളാണ്. മോഹങ്ങൾ ഇല്ലാതാക്കാൻ ധ്യാനം ഒരു ശീലമാക്കണം. ഇത് പറയുവാൻ എളുപ്പമാണ്. ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സിലെപ്പോഴും ചിന്തകളുടെ ഒരു കുത്തൊഴുക്കുണ്ടാകും. അപ്പോൾ എന്തു വേണം? ചിന്തകളെ അംഗീകരിക്കാതിരിക്കുക, അവഗണിക്കുക. മനസ്സ് സ്വസ്ഥമാകും. സ്വസ്ഥമല്ലാത്ത മനസ്സാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഞാൻ എന്ന ഭാവം കടന്നുവരും. സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക, ആരാണ് ഞാൻ, എന്താണ് ഞാൻ? ധ്യാനിക്കുന്ന മനസ്സ് ഭയരഹിതമാകും. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ പറയുന്നത് നിർഭയനായിരിക്കുക. ജീവിക്കാനുള്ള അർഹതയെന്നാൽ മരിക്കാനുള്ള സന്നദ്ധത കൂടിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാമിജി, അമ്മയോട് പറയൂ, ഞാനൊരു ദിവസം അങ്ങോട്ട് വരാമെന്ന്. ഇയാളുടെ സന്യാസ ദീക്ഷ അടുത്ത പൗർണമിക്ക്. നാളെ മുതൽ വ്രതാരംഭം. അതൊന്ന് കഴിഞ്ഞോട്ടെ. ശരി സ്വാമിജി. തമ്പുരാട്ടിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്താ? തോണിക്കാരൻ കുമാരൻ്റെ അനിയനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അതിന്? അവൻ നിരപരാധിയാ. ശേഖരൻ നമ്പ്യാർ കള്ളക്കേസിൽ കുടുക്കിയതാ. നമ്പ്യാരോട് പറഞ്ഞ് അവനെ സ്റ്റേഷനിൽ നിന്ന് വിടിയിക്കണം. പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ കേൾക്കാതിരിക്കോ? കേൾക്കില്ല. നിങ്ങൾ സ്വാർത്ഥിയാണ്. ഭജനയും ധ്യാനമൊക്കെ ആ പാവങ്ങളുടെ ചെലവിൽ. എല്ലാം കാപട്യാണ്. എന്താ നീ പറഞ്ഞത്? ഞാൻ സ്വാർത്ഥിയാണെന്നോ? നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം?